നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പല പ്രോപ്പർട്ടിക്ക് ഓഫർ കൊടുക്കുന്നു, ഒക്കെ ഫെയിലിയർ ആവുന്നു അല്ലെങ്കിൽ സക്സസ് ആവുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇപ്പം നമ്മളൊരു പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ പല ആളുകളും ചെയ്യുന്ന മിസ്റ്റേക്ക്, ഒന്ന് പ്രോപ്പർട്ടിയുടെ ഒരു വാല്യൂ, നമ്മൾ realestate.comലൊരു വാല്യൂ, ഫോർ എക്സാമ്പിൾ ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ 650 ആണ് അവർ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ സാധാരണ നമ്മൾ എന്ത് ചെയ്യും? 650 ആണ് അവർ ചോദിക്കുന്നത്, നമുക്കൊരു 630 കിട്ടുമോ എന്ന് ശ്രമിക്കും, നെഗോഷിയേറ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടിക്ക് പ്രൈസ് ഓഫർ കൊടുക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മൾ ആ മാർക്കറ്റിനെ കുറിച്ച് അറിയണം. അതായത് ആ പ്രോപ്പർട്ടിയുടെ കറക്റ്റ് വാല്യുവേഷൻ എന്താണെന്നുള്ളത് അറിയണം. ഇപ്പോൾ ചില അധികം സെയിൽസ് ഏജൻറ്റ്സ്, അതായത് റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്സ്, അവർ കൂടുതൽ ആളുകളെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് അവർ പ്രൈസ് കുറച്ചിടും. ചിലപ്പോൾ ആ പ്രോപ്പർട്ടി 670K വിലയുള്ള പ്രോപ്പർട്ടി ആയിരിക്കും, 650 ഇടുന്നത് കൂടുതൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സാധാരണ ഒരാൾ കാണുമ്പോൾ അയാൾ വിചാരിക്കുന്നു 650 ചോദിക്കുന്നത്, നമുക്കൊരു 630 അല്ലെങ്കിൽ 640 കൊടുക്കാം എന്ന രീതിയിലാണ് ഓഫർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ആ പ്രോപ്പർട്ടി കറക്റ്റ് വാല്യുവേഷൻ എന്താണെന്ന് അറിയണം. അതിനുശേഷം ആ മാർക്കറ്റിനെ കുറിച്ച് അറിയണം. അതായത് മാർക്കറ്റ് 3 തരത്തിലുണ്ട്: ഹോട്ട് മാർക്കറ്റ്, വാം മാർക്കറ്റ്, കോൾഡ് മാർക്കറ്റ്. അപ്പോൾ ഹോട്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ആ മാർക്കറ്റിൽ ഒരു 10-20 ബയേഴ്സ് ഉണ്ടാവും ആ പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഹോട്ട് മാർക്കറ്റിലാണ് നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതെങ്കിൽ 650 ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു 700, 730, 750 വരെ പോകും. അത് വാം മാർക്കറ്റാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ചോദിച്ച വിലയേക്കാൾ ഒരു 10-20 കൂടുതൽ പോകുന്നുണ്ടാവുക. കോൾഡ് മാർക്കറ്റാണെങ്കിൽ നമുക്കത് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളൊരു പ്രോപ്പർട്ടിക്ക് ഓഫർ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണം. അത് ഹോട്ട് മാർക്കറ്റാണോ, വാം മാർക്കറ്റാണോ, കോൾഡ് മാർക്കറ്റാണോ. അപ്പോൾ പ്രോപ്പർട്ടിയുടെ മാർക്കറ്റ് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമ്മൾ ഓഫർ കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഓഫർ വിൻ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ ആദ്യം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഓഫർ സബ്മിറ്റ് ചെയ്യാനായിട്ട്. എൻ്റെ പേര് സുദേശ്, ഞാൻ ബയേഴ്സ് ഏജൻ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കാനായിട്ട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. ഐ എം ഹാപ്പി ടു അസിസ്റ്റ് യു ടു ഫൈൻഡ് യുവർ റൈറ്റ് investment property.